ഹായ്. ഹലോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റിയാക്ഷനോ റിവ്യൂ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഊറംബ്ലഡ് എന്ന് പറഞ്ഞ സോങ്, ഡൂഡിലെ സോങ്. അപ്പോൾ അതിനിടയിൽ കുറേ കമൻസ് വന്നു. കമൻസ് എന്ന് പറഞ്ഞാൽ നല്ല നെഗറ്റീവാണ് കൂടുതലും. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത്ര കമൻസ് വരുന്നത്. അപ്പോൾ കാലത്ത് എൻ്റെ തന്നെ ഇത്രയും വ്യൂവും കമൻസും ഒക്കെ കണ്ടിട്ട് വാവ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ ഫുൾ നെഗറ്റീവാണ്. നെഗറ്റീവ് കമൻസിനല്ല കുഴപ്പം, പക്ഷെ അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ കമൻസ് എന്ന് പറഞ്ഞാൽ കുറേ കമൻസ് ഉണ്ട്. ആ കമൻസിൽ ചില ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞതിലും മിക്കതിലും നമ്മൾ മോസ്റ്റ്ലി ഈ സാധനം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് പറഞ്ഞു, എല്ലാവരും ഒപ്പം പോകണം എന്നുള്ളൊരു ഇതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്തരായി നിൽക്കാൻ വേണ്ടി നല്ലത് പറയായിരുന്നു. അതൊന്നുമല്ല, ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ടൈം കേട്ടു, ഒരു തവണ കേട്ടിട്ടുള്ളൂ, പിന്നെ കേട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കേട്ടു, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനകത്ത് ചില കമൻസ് കണ്ടു, ഇത് പിന്നെയും കേട്ടാൽ ഇഷ്ടപ്പെടുന്നുള്ള രീതിയിൽ. മേ ബി അതൊരു ഹിഡൻ മാസ്റ്റർ പീസ് ആയിരിക്കാം, ഞങ്ങൾക്കും മേ ബി പിന്നെ കേട്ടാൽ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ ഇത് ജെനുവിൻ റിവ്യൂ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ജെനുവിൻ റിവ്യൂ തന്നെ, ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കേൾക്കണതാണ്. അതിനകത്ത് ചില കമൻസ് ഉണ്ട്, അതിനകത്ത് കമന്റ് നോക്കിയിട്ടാണ് ഞങ്ങളിത് മോശം പാട്ടാന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ. നമ്മൾ അഭിനയിക്കാണ് എന്നുള്ള രീതിയിലൊക്കെ നന്നായി ഞങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വല്ല സിനിമയിൽ എടുത്തേക്കും, നമ്മൾ സിനിമയിലൊക്കെ പോയേനെ, രക്ഷപ്പെട്ടു പോയേനെ. ഇങ്ങനെ അതിനുള്ളൊരു മനസ്സുമില്ല. ഒരു പാട്ട് ഒരു തവണ കേട്ട് എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ആലോചിച്ച് പിന്നെ അതിനെ അഭിനയിക്കാൻ അങ്ങനെ പാട്ട് കേട്ട് അഭിനയിക്കുക എന്നുള്ള ഇത് നമുക്കൊരിക്കലും പറ്റുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ ആ പാട്ട് കേട്ടു, സഡൻ റിയാക്ഷൻ, ആ പാട്ട് കേൾക്കുമ്പോൾ സഡൻ റിയാക്ഷൻ അപ്പപ്പോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതില് ഇതിനകത്ത് ഒരു വലിയൊരു ചാറ്റ് GPT കോപ്പി ചെയ്തൊരു കമന്റ്, ഒരു 100 വേർഡ്സ് എങ്കിലും ഉണ്ടാവും. അത് വലിയൊരു കമന്റ്. എനിക്ക് തോന്നണ ആ വ്യക്തി ഇതിനെ, ഈ പാട്ടിനെ താറടിക്കണ ആളുടെ വീഡിയോസ് കയറി ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്തൊരു സംഭവം കണ്ടു. ഇതിനകത്ത് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യല്ല, അതിനെ മോശമാക്കി അടിച്ചമർത്തി കാണിച്ച് പ്രൊവോക്ക് ചെയ്യാണെന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് വലിയ ഭയങ്കര പ്രൊവോക്ക് ചെയ്തിട്ട് ഞങ്ങള് അത് പുള്ളിനെ ഇത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇതിൽ പറഞ്ഞിട്ട് പുള്ളിയുടെ രോമത്തിൽ പോലും ഇല്ല. പിന്നെ ചിലർ പറഞ്ഞു അനി ഫാൻസിന്റെ കമന്റ്സ് ആണ് അതിനകത്ത് ആദ്യം ഊറംബ്ലഡ് സോങ്ങിൽ നെഗറ്റീവായിട്ട് വന്നിരുന്നത്, പിന്നീട് പാട്ട് നല്ലതായിട്ട് പോയി. ഓക്കെ, ബട്ട് തിങ് ഈസ് ഞങ്ങൾക്ക് ആർക്കും ഫസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ടില്ല. അതൊരു ജെന്യുവൻ റിയാക്ഷൻ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു. അതിന്റെ അർത്ഥം ആ പാട്ട് മോശമാണെന്നല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി പിന്നീട് വരുമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പണ്ട് ലാലേട്ടന്റെ ഗുരു സിനിമ കൊച്ചിലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞാണ് ഞാൻ കണ്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെയാണ് ലിയോ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഞാനതൊരു മാസ്റ്റർ പീസ് പോലെയാണ് കാണുന്നത് പടം. അങ്ങനെ കുറെ ഉണ്ട്. അത് പണ്ട് മുതലേ, ലോകം ഉണ്ടായ കാലം മുതലേ നടക്കുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് ഇഷ്ടപ്പെടാത്തതും പിന്നെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. മേ ബി അങ്ങനെ ഒന്നായിരിക്കാം. ഇപ്പൊ ഞങ്ങളെ ന്യായീകരിക്കാൻ വരണ്ടല്ല, ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു യൂട്യൂബറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് അതിന്റെ ടീച്ചർ വന്ന സമയത്ത് അവരത് കണ്ടിട്ട് വാവെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് അവർക്ക് മനസ്സിലായി കമന്റ്സ് ഒക്കെ മൊത്തത്തിൽ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് അവര് പിന്നെ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾ പ്രഭാസ് ഫാൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ. അങ്ങനെയൊന്നുമില്ല. ഇത് ഞങ്ങൾ മാപ്പി വയ്ക്കലും സൂചിപ്പിക്കലും ഒന്നല്ല, ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നല്ല, ജനുവലി ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈം. ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചിരുന്നു. ചിലപ്പോ ഞങ്ങൾ കൂലി സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോ ഈ പടം കണ്ട് ചിലപ്പോ ഇനിയും കാണാൻ നേരത്ത് നമുക്ക് ഓരോ സീൻ പോയി ഇഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഇതുപോലെ ചിലപ്പോ കേട്ട് നമുക്ക് പെടാതിരിക്കാം. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ജെൻ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് റിയാക്ഷനിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ കേട്ട് ഇഷ്ടപ്പെടാം. അപ്പൊ ഏതെങ്കിലും വേറെ ഒരു റിയാക്ഷനിൽ ഞങ്ങൾ പറയാം, ഞങ്ങൾ കുറെ തവണ കേട്ടു ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ തന്നെ പറയാം. അത് പറഞ്ഞു. അപ്പൊ അതിനെ അല്ലാതെ ചാടി കയറി നിങ്ങൾ അഭിനയിക്കുകയാണ് അങ്ങനെ അഭിനയിക്കൊന്നും ഞങ്ങൾക്ക് അറിയാമല്ല. ഞങ്ങളുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളായി തന്നെ ഇതിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് അഭിനയം ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും നന്നായി അഭിനയിക്കാൻ. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം, എല്ലാവരും തുടങ്ങുന്ന മാതിരി ഹായ് ഗൈസ് അങ്ങനെ ഒരു ഇത് ചെയ്യാന്നല്ല, എങ്ങനെ ജെനുവിനായിട്ട് നമ്മുടെ ഇതിലുള്ളത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, അങ്ങനെ ഒരു
ഇതായിട്ടാണ് ഞങ്ങൾ ചാനൽ ചെയ്യാൻ തുടങ്ങിയത്, അല്ലാതെ അഭിനയിക്കുക എന്നുള്ളൊരു ഇതായിട്ടല്ല. ഓക്കെ, പറഞ്ഞു വരുന്ന മാറ്റർ മറ്റേ നമ്മുടെ പേഴ്സണൽ സംഭവമല്ല. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് നേരിടേണ്ടി വന്നു എന്നുള്ളതൊന്നുമല്ല. അതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെ. നമുക്ക് കമന്റ്സ് കിട്ടിയ നല്ല കാര്യം. നിങ്ങൾ ബാഡ് പറയാനാണെങ്കിലും കമന്റ് ചെയ്ത് വലിയ കാര്യം തന്നെ. കാരണം ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയ ഒരു ചാനലാണ്, അതിന് ഒരു ബൂസ്റ്റ് ആണ്. താങ്ക്സ് ഉണ്ട്. ഇത്രയും കിട്ടാന്ന് പറഞ്ഞാൽ ഇത്ര വ്യൂസ് ഇതൊക്കെ പെട്ടെന്ന് വരാന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഞങ്ങള് നെഗറ്റീവായിട്ടല്ല കാണുന്നത്, നല്ലതായിട്ട് തന്നെയാണ്. പക്ഷെ ആകെ ഒരു ചെറിയൊരു ഇത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത് അഭിനയമൊന്നും അല്ല. ഇതിനകത്ത് ഇങ്ങനെയാണ് റിയാക്ഷൻ, അത് ബേസിക് റിയാക്ഷൻ തന്നെയാണ്. അല്ലാണ്ട് നമ്മളത് കമന്റ് വായിച്ചിട്ട് ചെയ്തു, ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു, ഭൂരിഭാഗം അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം ഇപ്പോ നല്ലതാണ് കേൾക്കണേ. ഒരു മോശമായിരുന്ന ഒരു പാട്ട്, ഐ മീൻ ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര മോശം കേട്ടിരുന്ന ഒരു പാട്ടിന് ഇപ്പോ നല്ലതാണ് കേൾക്കണേ. അപ്പൊ നമുക്കത് നല്ലായിരുന്നു, ഞങ്ങൾ 2-3 തവണ കേട്ടു, നല്ല രസമുണ്ട്, സോറി ഫോർ ദ അതർ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. പക്ഷെ അതിൽ കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ടായിരുന്നു, നമ്മളെന്താണോ അതാണ് അതാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ്. ബേസിക്കലി നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളതല്ലാണ്ട് ഈ ഒരു സ്വഭാവം നമുക്ക് ഹ്യൂമൻസിന് പണ്ടുപോലെ ഉണ്ട്. ഈവൻ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്തൊരു മോശം അഭിപ്രായം കേട്ട, ഫസ്റ്റ് ഡേ മോശം അഭിപ്രായം കേട്ട പടത്തിന് പിന്നീട് ഇപ്പൊ നമ്മുടെ കാർത്തിയുടെ മെയ്യഴകൻ തമിഴ്നാട്ടിൽ വളരെ മോശം അഭിപ്രായം, പക്ഷെ ഭയങ്കര നല്ല റിവ്യൂസും വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി അത് ഇതായത്. അങ്ങനെ പല ഇതുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും. അങ്ങനെ കുറെ ഇന്നത്തെ ഒരു ജനറേഷനിലാണ് മേ ബി, ബിക്കോസ് ഫസ്റ്റ് തന്നെ ഭയങ്കര ഹൈപ്പിലായിരിക്കും ഇരിക്കണം. ആ ഒരു ഇതിന്റെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സായ ഭയങ്കറിന്റെ തന്നെ എക്സാമ്പിൾ പറയാം. പുള്ളിയുടെ കച്ചിസാറ ഭയങ്കര സെൻസേഷൻ ആയിരുന്നു, ഹിറ്റായി. നെക്സ്റ്റ് വന്ന പാട്ട് ആസൈക്കൂടെ, അതും ഭയങ്കര സെൻസേഷനായി. പിന്നീട് വന്ന പാട്ട് മീനാക്ഷി ചൗധരിയുള്ള പാട്ട്, അത് ഭയങ്കര ഡൗൺ ആയി പോയി. ഇല്ല എന്ന് പറഞ്ഞ പാട്ട്, അത് ഫസ്റ്റ് വന്നപ്പോ നല്ലായിരുന്നു കേട്ടത്. കാരണം ഒബിയസ്ലി സായമികറിന്റെ ആണ്, 3ാമത്തെ പാട്ടാണ്, മീനാക്ഷി ഉണ്ട്, എല്ലാം ഹിറ്റ് ആയിരിക്കും എന്നുള്ളതിൽ വന്നു. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് 240 സംതിങ് മില്യൺ, പിന്നത്തെ വന്നപ്പോ 300 മില്യൺ ഉണ്ട്. പക്ഷെ 3ാമത്തെ വന്നപ്പോ വെറും 41 ആയി മാറി. ബിക്കോസ് ആദ്യം നല്ലത് പറഞ്ഞവർക്ക് തന്നെ പിന്നീട് ഇഷ്ടക്കേടായി, ആ പാട്ട് മോശമായി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കൾച്ചർ, അതൊരു ബേസിക് ആണ്. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് നല്ലതായിട്ട് തോന്നണമെന്നില്ല. എല്ലാവർക്കും ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഒരാളുടെ കമന്റ് ഉണ്ടായി, എന്തോ ഒരു വെച്ചൊരു വാക്ക് വെച്ചൊരു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞോളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അവര് തന്നെ സ്വയം ഇതാക്കണ പോലത്തെ തന്നെ ഒരു കമന്റ് ആണ്. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു ആള് കമന്റ് ഇട്ടേക്കുന്ന, ബ്രോ ഞാൻ സജഷൻ പറയാണ്, ഞാനിത് 2-3 പ്രാവശ്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് നല്ല കമന്റ്. എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഫസ്റ്റ് ടൈം കേട്ടതാ. അതിന്റെ അർത്ഥം നമ്മള് ഇത് 3-4 തവണ കേട്ടിട്ടല്ല ഇത് കണ്ട് റിയാക്ട് ചെയ്യണം. ഫസ്റ്റ് ടൈം കേട്ടതാന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കമന്റ് കേട്ടാൽ നമുക്കും തോന്നും, ഓക്കെ എന്നാ മേ ബി കേട്ടോ. ഇപ്പൊ A.R. റഹ്മാന്റെ ചില സോങ്സ് ഒക്കെ ആദ്യം നമുക്ക് അത്ര ഇഷ്ടമായാലും കേട്ടാണ് ഇഷ്ടമാവണം. അങ്ങനത്തെ ഒരു സോങ് ആയിരിക്കാം ഇത്. അറിയാൻ പാടില്ല. ഇത് ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഒരു മിക്സ് ആണ് കേൾക്കണം. ഒരു സൈഡ് സ്റ്റിൽ ബാഡ് പറയുന്നുണ്ട്, ഒരു സൈഡ് ആക്ച്വലി നല്ലതായി വന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു ഇപ്പൊ. അതില് മെയിൻ ആയിട്ട് എല്ലാവരും ഇപ്പൊ ഒരു പോസിറ്റീവ് പറയാൻ കാരണം കുറെ ഷോർട്സുകളിലൊക്കെ റീൽസിലൊക്കെ അതില് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് റീലൊക്കെ വെക്കാൻ നിർത്ത് നല്ല അടിപൊളിയായിട്ട് തോന്നും. അതാണ് അതിനിപ്പോ പോസിറ്റീവ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഇത് മൊത്തത്തിൽ കേൾക്കുന്നവർ കുറെ പേര് നെഗറ്റീവും പറയുന്നുണ്ട്. ഞങ്ങളുടെ റിയാക്ഷൻ എന്താണോ അത് ഞങ്ങള് പറഞ്ഞു ഓൾറെഡി. അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സഡൻ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ എന്താണോ നമ്മളെ വീഡിയോ കണ്ടു അപ്പൊ തന്നെ നമ്മൾ അത് പറഞ്ഞു. ഇപ്പൊ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയുടെ അകത്ത് പോയി കമന്റ്സ് നോക്കി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു റിയാക്ഷൻ ചാനലിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, അങ്ങനെ ചെയ്താലും അതൊരു ജെന്യുവൻ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നതും
കാണാതെ ചെയ്യുന്നത് ശരിക്കും കണ്ടു തന്നെ മനസ്സിലാവും. അത് എല്ലാവരും നമ്മൾ അഭിനയം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, അത്ര എന്താ മനസ്സിലാവില്ല, എന്ത് ഇതിലാണ് അഭിനയിച്ചത് എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവും. ഞാൻ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോ ഒന്നുകൂടി എടുത്ത് നോക്കി, 2 പ്രാവശ്യം എടുത്ത് നോക്കി. അതില് പ്രത്യേകിച്ച് എന്താണ് നമ്മള് അഭിനയിക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് മനസ്സിലായില്ല അതെന്താ. എനിക്ക് തോന്നുന്നത് ഈ നമ്മള് ആദ്യമേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഈ സോങ് അല്ലേ നെഗറ്റീവ് കേട്ടോണ്ടിരിക്കുന്ന സോങ് എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി. മേ ബി ചില ആളുകൾക്ക് നമ്മളിത് ഈ സോങ്ങിനെ കളിയാക്കിക്കൊണ്ടാണ് ആദ്യം മുതലേ പോണേ എന്നുള്ളൊരു ഫീല് കിട്ടിയോണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ 2-3 പേര് ഇരുന്ന് ഭയങ്കര മോശം പറയുന്നു, അതിൽ നിങ്ങൾക്ക് ദേഷ്യം വരാം, അങ്ങനെ കമന്റ് ഒക്കെ ചെയ്യാം. അത് സ്റ്റിൽ ഇതല്ല കേട്ടോ, നിങ്ങളുടെ കമന്റിനെ വേണ്ട മോശമായി പോയി എന്നൊന്നല്ല പറയണേ. ദ ഫാക്ട് ഈസ് ഇത് കള്ളമല്ലായിരുന്നു, ജെനുവിൻ റിയാക്ഷൻ ആയിരുന്നു, ഫസ്റ്റ് റിയാക്ഷൻ ആയിരുന്നു. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഇപ്പൊ കമന്റ്സിൽ തന്നെ ഉണ്ട്. 3-4 തവണ കേട്ടാലും ഇഷ്ടപ്പെടും, 3-4 തവണ കേട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ല, ഞങ്ങൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ കൾച്ചർ നിലവിൽ ഉണ്ട്, അത് ഇനിയും തുടരും. അത് ഇതിപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, മലയാളമല്ല, തമിഴല്ല, ഇന്ത്യക്ക് പുറത്തു പോയാലും ഏതിലും പണ്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള പല പടങ്ങളും ഭയങ്കര മാസ്റ്റർ പീസ്, ഭയങ്കര ഹിറ്റ് മൂവീസ് ആയിട്ടുണ്ട്. ചെറിയൊരു അഭ്യർത്ഥനയാണ്, എന്താന്ന് വെച്ചാൽ നമ്മൾ ജഡ്ജ് ചെയ്ത് സംസാരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെ സ്വന്തം കണ്ടന്റ് അല്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു സോങ്ങിന് റിയാക്ട് ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി കമന്റ് ഇടണമെന്നല്ല പറയണേ, പക്ഷെ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഇതിവരെ ഫസ്റ്റ് വ്യൂ ആണ്, ഇതിവരെ ഫസ്റ്റ് അഭിപ്രായമാണ്. അവരുടെ ലൈഫ് ലോങ് അഭിപ്രായം എന്നില്ല. ഇപ്പൊ ഞങ്ങളൊരു സിനിമ കണ്ടിട്ട് അതിനെ മോശം റിവ്യൂ കൊടുത്താൽ അത് മോശമാണെന്നില്ല, ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഞങ്ങളുടെ മാത്രമല്ല റിവ്യൂ ആണ് എല്ലാവരും. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അഭിപ്രായത്തെ വിശ്വാസമാണെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയ വീഡിയോസ് വന്നത്, അപ്പൊ ലൈക്സ് കിട്ടിയവർ ആ സോങ് ഇഷ്ടപ്പെടാത്തവർ തന്നെ ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും ലൈക്ക് ചെയ്തത്. നമ്മുടെ റിയാക്ഷൻ കണ്ടിട്ട് ആയിരിക്കണം അവരെ ഇഷ്ടപ്പെട്ടത്, അവർക്ക് ജെനുവിനായിട്ട് ചിലപ്പോൾ തോന്നിയോണ്ടായിരിക്കും. കാരണം അവർക്കും മേ ബി ഇതേ റിയാക്ഷൻ ആയിരിക്കും വന്നേക്കണേ. പക്ഷെ ഞങ്ങൾക്ക് മേ ബി ഞങ്ങൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ റിയാക്ഷൻ ഒന്നും കൂടെ ചെയ്താൽ മേ ബി ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ റിയാക്ട് ചെയ്യുന്നത്, അറിയില്ല. ചിലപ്പോ അതിൽ ഇഷ്ടപ്പെട്ടേക്കാം. ഇപ്പൊ അതില് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവന് ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഇവന് ഇഷ്ടപ്പെടുന്നില്ല. അത് ഓരോരുത്തരുടെ ഈവൺ ഞങ്ങൾ 3 പേരും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാലും അതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടാഞ്ഞത് എന്താന്ന് വെച്ചാൽ, എനിക്കൊരു ഭയങ്കര 100% മോശം എന്നുള്ളതിനേക്കാളും ഈ സോങ് സായവറിന്റെ ലെവലിൽ എത്തിയില്ല എന്നുള്ളൊരു സാധനം കൊണ്ട് തന്നെയാണ് തോന്നിയത്. എന്നെ സംബന്ധിച്ചോളം അതിന്റെ ഇടയിൽ കുറച്ച് അത്രയും നല്ല ഒരു അടിപൊളി സോങ്ങില് ഇടയിൽ കുറച്ച് നേരം ഒരു സാഡായിട്ട് പോയിട്ട് ആ ഒരു ഭാഗമാണ്. പക്ഷെ ആ സാഡ് സാധനം ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റേ കണ്ടു, ആ പോർഷൻ മാത്രം, ആ സ്ലോ ആയിട്ടുള്ള ഒരു മെലഡി പോർഷൻ ഉണ്ട്, അത് മാത്രം ഇന്നലെ ഇൻസ്റ്റേ കണ്ടു. അത് വേറൊരു സീൻ വെച്ചിട്ട്, ഏതോ ഒരു മൂവിയുടെ സീൻ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഈ സോങ് ഉണ്ടായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ സോങ് ഏതാ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ സോങ് ആണല്ലേ മനസ്സിലായി. ആ വീഡിയോക്ക് എനിക്ക് ആ പോർഷൻ ഇഷ്ടമായി. അപ്പൊ ആ സോങ് മൊത്തത്തിൽ വെറുക്കാൻ മാത്രം ഉണ്ടോന്നറിയില്ല. ഞങ്ങക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പോ എന്താണോ അത് ഞങ്ങൾ പറഞ്ഞു. അതെ, ഞങ്ങക്ക് ഇഷ്ടക്കേട് തന്നെയാ തോന്നിയത്. ഇനി ഇഷ്ടമാവുമായിരിക്കാം, മേ ബി ആവാണ്ടിരിക്കാം. അല്ല, അതിപ്പോ ആട് സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം ഈ പറഞ്ഞ മാതിരി ഒരു ഇതായിട്ട് തോന്നാതെ മ്യൂസിക്കിനോട് മാത്രമേ എനിക്ക് ഇതായിരുന്നു. പക്ഷെ പിന്നീട് ഓരോ സീൻ കാണുമ്പോൾ, ഓരോരുത്തരുടെ ആൾക്കാരുടെ സീൻ കാണുമ്പോൾ അതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഒരു തൂവാനത്തുമ്പികളായാലും കുറെ പടങ്ങളുണ്ട്. ലിയോ ഒക്കെ ശരിക്കും പറഞ്ഞ അന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വലിയ താല്പര്യമില്ലാതെ അറിയാം. കാരണം ലോകേഷിന്റെ പടം എന്ന രീതിയിൽ നമ്മൾ കാണാൻ നേരത്ത് അങ്ങനെയാണെന്ന് ചിന്തിച്ച ആളാണ്. പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ എത്ര പ്രാവശ്യം കണ്ടെന്നതിനൊരു ഞാനും ലിയോ അങ്ങനെയാണ് കാണാൻ പോയത്. പക്ഷെ പിന്നീട് അതിനൊരു ഇഷ്ടം വന്നു, ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം വന്നു, അതിനോടൊരു അത് വരുമായിരിക്കും. അങ്ങനെയാണല്ലോ അത്. അതുപോലെ നമ്മുടെ റഹ്മാന്റെ പാട്ടുകൾ നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞോളൂ. ഇപ്പൊ ഈ തഗ് ലൈഫിൽ തന്നെ നമ്മൾ എന്തിനാ പാട്ടുന്നൊക്കെ ഉള്ളൊരു ചില തോന്നലൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാ വെച്ചത് ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. പക്ഷെ ആ പാട്ട് എന്നാൽ മാത്രം കേൾക്കാൻ നല്ല രസമുണ്ട്, കേട്ട് വരാൻ നേരത്ത്. അപ്പൊ അതുപോലെ ഈവൻ ബിൻവെലി നായക അതിന്റെ ട്രെയിലറോ ടീസറോ സംതിങ് ഇറങ്ങിയപ്പോ അപ്പൊ കേൾപ്പിച്ചിരുന്നു. അതിന്റെ ലാസ്റ്റ് ബിൻവെലി നായക എന്ന് ലാസ്റ്റ് കേൾപ്പിച്ചിരുന്നു. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും സോങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു.
പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ ശ്രുതിഹാസൻ പാടിയ പാട്ടാണ്. ആ പാട്ടിന് ഭയങ്കര നെഗറ്റീവാണ് ആദ്യം കിട്ടിയത്. കുറെ പേർക്ക് ഇഷ്ടമായില്ല. നീ ശ്രുതിഹാസനേക്കാളും മറ്റേ ആ ടീച്ചറിൽ കേട്ട പോർഷനാണ് എല്ലാവർക്കും ഇഷ്ടമായത്. പക്ഷെ പിന്നീട് ഗ്രാജുവലി ഇപ്പൊ ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ശ്രുതിഹാസൻ പാടിയ പോർഷനാണ് ആദ്യമേ ഇഷ്ടമായത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം മീൻസ് ജെന്യുവിനായിട്ട് കുറെ പേരുടെ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തൊരു അഭിപ്രായമല്ല. ശരിക്കും പറഞ്ഞ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കാനല്ല നോക്കണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ആ ടൈമില് നമുക്ക് ഭയങ്കര ഇഷ്ടം എന്നുള്ള രീതി വേണമായിരുന്നു ചെയ്യാൻ. നമ്മളുള്ള കാര്യം പറയാം. നമ്മള് പറഞ്ഞ പബ്ലിക് റിവ്യൂ എടുക്കുന്ന ഒരു ചാനലല്ല, നമ്മുടെ റിയാക്ഷൻ ചാനലാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിയാക്ഷൻ ചെയ്തു, അത്രേ ഉള്ളൂ. ജെന്യുവൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഞങ്ങൾ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ കുറച്ച് പറയുന്നു. ഞങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറ്, ഈ കാര്യങ്ങള് ഇപ്പൊ ഇതിന്ന് ആദ്യം ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെടായക, അത് ഇനി ആയാലും വരും. അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഇനി കാണുന്നവരായാലും നമ്മുടെ വീഡിയോ കാണുന്നവരായാലും ആ രീതിയിൽ എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ മുമ്പ് കണ്ട് പ്രിപ്പയർ ചെയ്തൊന്നുമല്ല. കാരണം ഞങ്ങൾ വന്നിരിക്കണതൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നേരമൊന്നുമില്ല. ഞങ്ങൾ നേരെ വന്ന് ഏത് വീഡിയോ വന്നേക്കണം അത് നമുക്ക് റിയാക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. കാരണം ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സാധനം മുമ്പേ ഒരു വീഡിയോ കണ്ട് പിന്നെ കിട്ടൂല. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടൂല. അത് ഭയങ്കര ഒരു വേറെ രീതിയിലേക്ക് പോകും. അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യം മുതലേ ഞങ്ങൾ ഇപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ചില ട്രെയിലേഴ്സ് നമ്മളപ്പോ കാണൂല വന്ന സമയത്ത്, പിന്നെ റിയാക്ട് ചെയ്യുമ്പോ അപ്പൊ കാണാന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഫസ്റ്റ് കിട്ടുന്ന ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാറില്ല, ചെയ്യില്ല. അതെ, നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്തെന്ന് വെച്ചാൽ സായം ബേക്കറിന്റെ ദോഷമില്ല, മ്യൂസിക് വീഡിയോക്ക് ദോഷമില്ല, നല്ല പാട്ടാണെങ്കിൽ പോകും. ഭൂരിപക്ഷം പേർക്ക് ഇഷ്ടപ്പെടും. സിനിമ ക്രൂവിന് ആർക്കും ഇതല്ല. നമ്മളപ്പോ അതിലും സിനിമയിൽ പറയുന്നത് സിനിമ നല്ലതായിരിക്കും. നമ്മളപ്പോ കറുപ്പിന്റെ കാര്യം വരെയും പറഞ്ഞു. കറുപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ല, നമ്മള് ഒരിക്കലും ആളെ സായിനെ ഒരിക്കലും നമ്മൾ അടിച്ചമർത്താൻ പറ്റില്ല. കാരണം സായിയുടെ കറുപ്പിലും ഞങ്ങൾ നല്ല കറുപ്പിന്റെ ഇതിൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ നല്ല മ്യൂസിക്. ശരിക്കും ഞങ്ങൾക്ക് സിനിമയോ ഞങ്ങൾക്ക് നല്ല ഈ റിവ്യൂസിന് ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും സിനിമേനെ വെട്ടിമുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനോ മ്യൂസിക്കിനെ വെട്ടിമുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കഴിവില്ല ഉള്ളതാണ് സത്യം. നമ്മളൊരു സാധാ പ്രേക്ഷകൻ എങ്ങനെ അതിനെ ആസ്വദിക്കുന്നു, കേൾക്കുന്നു, ഒരു പാട്ട് ഇഷ്ടപ്പെടുന്നു, ട്രെയിലർ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഒരു രീതിക്ക് തന്നെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്തതിൽ ഇതുവരെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ട്രെയിലർ വന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്താറുള്ളത് സിനിമ ഇറങ്ങട്ടെ, അത് വിജയിക്കട്ടെ, നല്ലതാവട്ടെ, അതിന്റെ കഷ്ടപ്പാട് എന്താന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയാൻ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഞങ്ങൾ 100% പ്യുവറായിട്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാവരും കാണുക. ഇതിനും എന്താണ് ഈ വീഡിയോയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിലും ഇതിലും നല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. ഇനി ഞങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കൊണ്ടിരിക്കുക. നമുക്ക് ഇന്നൊരു രീതി ഉണ്ട്, അതിനാരും ക്രിട്ടിസൈസ് ചെയ്യരുത് നമ്മൾ ചെയ്തോളൂ. അത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ ആക്ടിങ് ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ ഒന്നും കൂടെ നോക്കി, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ, മേ ബി അതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി. നമ്മൾ കുറച്ചും കൂടെ അതിനെ ഓപ്പൺ ആയിട്ട് എടുക്കാം. അല്ല, ഞങ്ങൾ മാക്സിമം മമ്മൂക്ക പറഞ്ഞ മാതിരി ഇതിനെ തേച്ച് മിനുക്കി എനിക്ക് നല്ലൊരു ഇതാക്കണം ആഗ്രഹം. ഞങ്ങൾ അത് കൊണ്ടുപോകാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതില് ഞങ്ങളിപ്പോ ഈ വീഡിയോയിലായാലും എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ മറ്റേ കമന്റ് പറഞ്ഞ നല്ലൊരു സജഷൻസ്, നിങ്ങൾ അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ അടുത്ത് ഇപ്പൊ 2-3 വീഡിയോയിലായാലും ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വേറെ ഓഡിയോയുടെ കേസ് ഞങ്ങളുടെ അടുത്ത്, പിന്നെ വേറൊരാൾ ലൈറ്റിംഗ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും, നന്നായിരിക്കും അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുപോലെ സജഷൻസ് അതിന്റെ ആണെങ്കിൽ ലൈറ്റിംഗ് ഓഡിയോയും ശരിയാക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് അപ്പൊ നിങ്ങൾ എന്തായാലും സജഷൻസും കമന്റ്, ഇതിന് എന്ത് മിസ്റ്റേക്ക് എന്നുള്ള കമന്റും ഞങ്ങൾക്ക് പറയാം. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും എന്തായാലും ചെയ്യുക. അവരുടെയൊക്കെ ധൈര്യം ചെയ്തോളൂ, കുറ്റങ്ങളൊക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അതനുസരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറാൻ പറ്റും. ഇനി അതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പിന്നെ സംസാരിക്കാൻ പറ്റും. അതാണ് ഇതിൽ. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ, ബൈ.